സന്തോഷ്, വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. അതിലിപ്പോൾ 8 പേർ മരിച്ചതായാണ് പുറത്തു വരുന്ന വിവരം. അതിൽ 7 പേർ സ്ത്രീകളാണെന്നാണ് അറിയാൻ കഴിയുന്നത്. മലപ്പുറം സ്കൂളിലെ അധ്യാപകരും കുട്ടികളും സഞ്ചരിച്ച ഒരു വാഹനമാണ് അപകടത്തിൽ പെട്ടതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ ഇവരുടെ ആരുടെയെങ്കിലും വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ഇവിടെ തമിഴ്നാട് കോയമ്പത്തൂർ ജില്ലാ മജിസ്ട്രേറ്റ് ജില്ലാ കളക്ടർ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. വാൽപ്പാറ സബ് ഡിവിഷൻ പരിധിയിൽ കടമ്പാറ പോലീസ് സ്റ്റേഷൻ അധികാര പരിധിയിലാണ് വൈകുന്നേരം അപകടം ഉണ്ടായിരിക്കുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി സബ് ഡിവിഷൻ മജിസ്ട്രേറ്റും വാൽപ്പാറയുടെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സംഭവസ്ഥലത്തേക്ക് തിരിച്ചു എന്നാണ് അറിയുന്നത്. എന്തായാലും അവർ നൽകിയ വാർത്താക്കുറിപ്പ് പ്രകാരം 8 പേരാണ് സ്പോട്ടിൽ മരണപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം പൊള്ളാച്ചി ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ മാറ്റുകയാണ്. കൂടുതൽ മൃതദേഹങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ കോയമ്പത്തൂർ ജില്ലാ കളക്ടർ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നത് പോലും. എന്തായാലും എന്തുകൊണ്ട് അപകടമുണ്ടായി, എങ്ങനെ അപകടമുണ്ടായി, അതിന്റെ അപകടം ഉണ്ടായ മറ്റു വിവരങ്ങൾ, ഓരോരുത്തരുടെയും പ്രത്യേകം വിവരങ്ങൾ, ഇക്കാര്യങ്ങളൊക്കെ ലഭ്യമായി തുടങ്ങുന്നതേ ഉള്ളൂ. സന്തോഷ്, ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുന്നതായാണ് അറിയാൻ കഴിയുന്നത്. ഈ പരിക്കേറ്റവരുടെ നിലയൊക്കെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. തീർച്ചയായിട്ടും. അതായത് ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഈ പറഞ്ഞ തമിഴ്നാട് പോലീസ് സ്റ്റേഷൻ പരിധിക്കുള്ളിലാണ് ഈ അപകടം ഉണ്ടായത്. അപകടം ഉണ്ടായപ്പോൾ തന്നെ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇവരും അവകാശപ്പെടുന്നത്. എന്തായാലും ഈ അപകടം ഉണ്ടായത് വളരെ ഗുരുതരമായ ഒരു അപകടം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം 13ാം ഹെയർപിന്നിൽ നിന്ന് കൊക്കയിലോട്ട് മറിയുകയായിരുന്നു. എന്തായാലും മരണസംഖ്യ വർദ്ധിക്കുന്ന നേരത്തെ ഒരു സൂചനകൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് 10 പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയത്. പൊള്ളാച്ചി ജില്ലാ ആശുപത്രിയിൽ ദ്രുതഗതിയിൽ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. ഗുരുതരമായി പരിക്കേറ്റവർക്ക് കൂടുതൽ വിദഗ്ധ ചികിത്സ ഉണ്ടെങ്കിൽ അതിനു മുൻപുള്ള പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം മറ്റ് കോയമ്പത്തൂരിലേക്ക് മാറ്റുന്ന കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ജില്ലാ അധികൃതർക്ക് അറിയിക്കുന്നത്.